ഞാൻ സാമിന്റെയും മീരയുടെയും വിവാഹത്തിന് വന്നത് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. എന്നെ ഇത്ര അകറ്റി നിർത്താൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റും കുറ്റവും ഏറ്റു പറഞ്ഞ് മാപ്പനക്കാൻ ഞാൻ കുമ്പസാരക്കൂടുന്നുമല്ല. സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ച വെറും ഒരു സാധാരണക്കാരൻ. എന്റെ സ്നേഹം സത്യമായിരുന്നു. നിനക്കത് മനസ്സിലാവാതെ പോയി. അതിന് ഞാനാണോ കുറ്റക്കാരി? നിർത്തി നിന്റെ അമ്മനെ. നിന്റെ ഒരു ന്യായീകരണങ്ങൾ എനിക്ക് കേൾക്കണ്ട. ഇനിയൊരു കോമാളി വേഷം കേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല. മോഹത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ നിനക്കൊരാളെ വേണം. ആരാളെ എന്നെ കൊണ്ട് വയ്യ. അങ്ങനെ വീണ്ടും ഒരു കണ്ടുകൂടൽ ഞാൻ ആഗ്രഹിച്ചിട്ടേ. എപ്പോഴൊക്കെയും ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ എന്റെ നിശബ്ദത നീ കഴിവരെ കണ്ടു. അതുകൊണ്ട് നിനക്കെന്നെ ചീറ്റ് ചെയ്യാൻ വളരെ ഈസിയായി സാധിച്ചു. Stop it, Dennis. This is too much. What do you think about me? ഒരു തെറ്റിദ്ധാരണ അത് തീർത്താൻ ഞാൻ ശ്രമിച്ചു. നീ അത് കേൾക്കുന്നില്ല. Anyway, it's over. നീ എന്നെ കാണാൻ ശ്രമിച്ചത് ആനിലൂടെയാണ്. അതിന് കാരണം എന്റെ ആന്റി രൂപസാദൃശ്യമാണ്. നീ ആഗ്രഹിച്ച പോലെ നിന്റെ ആന ആവാൻ എനിക്ക് സാധിക്കില്ല. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ചിന്തയുണ്ട്, മനസ്സുണ്ട്. അതൊന്നും നീ കണ്ടില്ല. എന്റെ പ്രശ്നങ്ങൾ നീ അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഫ്ലൈറ്റിൽ വെച്ച് കണ്ടുമുട്ടിയ രണ്ടുപേർ പരിചയപ്പെട്ടു, പിരിഞ്ഞു. That's enough. Goodbye. എപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കും. സാമിന്റെ കല്യാണത്തിന് എല്ലാരും ഉണ്ടാവും അറിഞ്ഞപ്പോ സമീറായി ഗാദറിംഗ് പ്ലാൻ ചെയ്ത് വന്നല്ലോ. പരസ്പരം സങ്കടങ്ങൾ ഏറ്റുപറയുന്ന രണ്ട് മനുഷ്യക്കോലങ്ങളെ കാണാൻ വന്നല്ലോ നിങ്ങൾ. ഒറ്റപ്പെടൽ ഒരു സുഖമുള്ള വികാരമാണ് അല്ലേടി? സോറി, ഞാൻ വെറുതെ സെന്റിമെന്റ്സ് ഡയലോഗ് അടിച്ച് മൂട് കളഞ്ഞു. സോറി. നീ സാമിൻ്റെ കൂടെ കുറച്ച് ദിവസം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അല്ലേ? എനിക്കവിടെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹൃതിയെ പരിചയപ്പെടുന്നത്. ഹൃതി അതൊരടഞ്ഞ അധ്യായം. നീ അറിയണം, ഹൃതിയെക്കുറിച്ചല്ല മോഹിത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ജീവിതത്തിൽ. അത് തിരിച്ചറിയുന്നില്ലല്ലേ വിവേകം? അറിയണമെന്ന് താല്പര്യമില്ല സാം. അറിഞ്ഞതും കണ്ടതും സത്യമാണെന്ന് വിശ്വസിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ഭീരുത്വമാടാ. മോഹിത്ത് ഒരു വളർന്നു വരുന്ന അപകടമാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായി DRIയുടെ നിരീക്ഷണത്തിലായിരുന്നു അയാൾ. അങ്ങനെയാണ് ഞാൻ ഹൃതിയെ പരിചയപ്പെടുന്നത്. ഹൃതി മോഹിത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാൾ മാത്രമായിരുന്നു. ഉന്നതരുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഒന്നും അറിയാതെ വർക്ക് ചെയ്യേണ്ടി വരുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ. ഒരുപക്ഷെ ഹൃതിയുടെ സഹായമില്ലായിരുന്നെങ്കിൽ മോഹിത്തിനെ ഞങ്ങൾക്ക് പിടികൂടാൻ സാധിക്കില്ലായിരുന്നു. ഹൃതിക്ക് നിന്നോടുള്ള സ്നേഹം സത്യമായിരുന്നു. എൻ്റെ മകളെ നീ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് അവൾ പോയതിന് ശേഷമാണ്. ഇപ്പോ നീ എൻ്റെ മകൻ്റെ സ്ഥാനത്താ. നിന്റെ ഉള്ളിലെ പിടച്ചിൽ എനിക്ക് മനസ്സിലാവും. ഒരു പ്രണയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു മഴയുടെ ദൂരം മാത്രമേ ഉള്ളൂ. നിനക്കൊരു ജീവിതം വേണം. അതൊരു പക്ഷേ ഞങ്ങളെക്കാൾ ആഗ്രഹിക്കുന്നത് അവളാകാം, എൻ്റെ മോള്. അവൾ നിനക്കായി കരുതി വെച്ച സ്നേഹമാവാം ഈ ഹൃതിയുടെ രൂപത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നതും. ഒരുപക്ഷെ ഞാനായിരിക്കും നിങ്ങൾ അകലാൻ കാരണം. ശരിയാണ്, ഞാനത് ചിന്തിക്കേണ്ടതായിരുന്നു. ഒരു സ്ത്രീയെ മറ്റൊരു പുരുഷനായി കണ്ടാൽ ഒരു മലയാളിക്കുണ്ടാവുന്ന ചീപ്പ് തിങ്കിങ്, അതാണ് സംഭവിച്ചത്.
നീ അവളെ ഒന്ന് വിളിക്കുക. ഡാ വിളിക്കടാ അവളെ, നിന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം, വിളിക്ക്. ട്രൈ ചെയ്യും. ആ